ഇന്നലെ കിടന്നതേ ഓർമ്മയുള്ളൂ. നേരം വെളുത്തപ്പോഴേക്കും കൽപ്പേനി എത്തിയിട്ടുണ്ട്. ക്യാൻറ്റീനിൽ പോയി ഒന്ന് ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കൽപ്പേനി നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഭാര്യ വീട് കൽപ്പേനിയാട്ടോ. ഒരുപാട് ബന്ധുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ ആ ബന്ധുക്കളൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടിട്ട് തിരിച്ച് ഈ കപ്പലിൽ തന്നെ കയറി കൊച്ചിയിലെത്തണം. അത്യാവശ്യത്തിന് മാത്രമുള്ള ലഗേജ് എടുത്തിട്ട് ഞാൻ ആദ്യത്തെ ബോട്ടിൽ തന്നെ കൽപ്പേനിക്ക് ഇറങ്ങാനായിട്ട് ഒരുങ്ങിട്ടോ. ചെറിയൊരു തിരക്കേ ഉള്ളൂ, കാരണം ഒരുപാട് പേര് ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഒരു ചെറിയ ബോട്ടുമാണ്. അപ്പോൾ ഈ ബോട്ടിൽ തന്നെ ഒരു കുറച്ച് നേരം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ കൽപ്പേനി എത്തുക. അധികം നേരമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് എടുക്കുന്നുള്ളൂ. എൻ്റെ ഫോണിലുള്ള ജിയോ സിമ്മിനും അതുപോലെ തന്നെ എയർടെലിനും കൽപ്പേനി റേഞ്ച് ഇല്ല. അളിയൻ ജെൽറ്റിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെ കണക്ട് ചെയ്യുന്ന യാതൊരു പിടിയില്ല. ഏതായാലും അളിയനെ കാണാൻ പറ്റി. അളിയൻ്റെ കൂടെ ഒന്ന് കൽപ്പേനി മൊത്തത്തിലൊന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടു. 2 വർഷത്തോളം ആവുന്നു കൽപ്പേനി വന്നിട്ട്. കൽപ്പേനിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലക്ഷദ്വീപിൽ ഇനി സീ പ്ലെയിൻ വരാൻ പോവുകയാണ്. അപ്പോൾ സീ പ്ലെയിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ട് ജെട്ടി പോലത്തെ സൗകര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ സ്കാനിങ് സെൻറ്റർ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൽപ്പേനിയിൽ ഇനി നേരെ സീ പ്ലെയിൻ വഴി ഇറങ്ങാവുന്നേ ഉള്ളൂ. ജെട്ടിയുടെ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മനോഹരമായിട്ടുള്ള ലൈറ്റ് ഹൗസിൻ്റെ ഒരു വ്യൂ കാണാം. ഞാൻ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പോൾ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. വല എറിഞ്ഞ് പഴയ രീതിയിലുള്ള ഒരു മീൻപിടുത്തമാണ്. പ്രത്യേകിച്ച് ലഗൂൺ ഫിഷുകളാണ് ചെയ്യുന്നത് കേട്ടോ. അളിയനും കൂട്ടി കുറേ നേരം മുന്നോട്ട് പോയിട്ടോ. മൊയ്തീൻ പള്ളിയുടെ ആ ഭാഗത്തൂടെയൊക്കെ കുറേ നേരം സഞ്ചരിച്ചു. മൊത്തത്തിൽ ഒന്ന് കൽപ്പേനി ഒന്ന് റൗണ്ട് അടിച്ച് വന്നു. അപ്പോഴാണ് ഞാൻ വന്ന ഷിപ്പ് ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അത് തിരിച്ച് പോയിട്ടില്ല. അത് തിരിച്ച് ആന്ധ്രോത്ത് പോയിട്ട് വേണം വരാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ തെങ്ങിൻ്റെ മേലെ ഇരുന്നിട്ട് മീര എത്തുന്നത്. സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപിൽ എല്ലാ തവണ വന്നപ്പോഴും മീര കുടിച്ചിട്ടുണ്ട്. ഇത്തവണ മാത്രം എനിക്ക് എവിടെ നിന്ന് മീര കിട്ടിയില്ല കേട്ടോ. ഒരുപാട് കാല് കെഞ്ചി പിടിച്ചിട്ട് അവസാനം പോപ്പര് നമുക്ക് മീര തന്നിട്ടോ. തഫ്രുല്ലാ, എന്താ ടേസ്റ്റ് എന്ന് പറയുക. ഈ സാധനം ഒരു അമൃത് തന്നെയാണ്. മീരയുടെ കുടിയും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കൽപ്പേനിയിലുള്ള ഒരു ഡംപ് യാർഡ് പോലെ അവിടുത്തെ വേസ്റ്റുകളുടെ കൂമ്പാരം ഞാൻ കണ്ടത്. എന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ചെറിയ സ്ഥലത്ത് പോലെ ഇത്രയും വേസ്റ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഐലൻഡിൽ ഈ വേസ്റ്റുകൾക്ക് പോകാൻ ഒരു മാർഗ്ഗമില്ല. അത് അവസാനം തന്നെ കടലിൽ തന്നെ പോയി അടയേണ്ട ഒരു മാർഗ്ഗമേ ഉള്ളൂ. എനിക്ക് അധികം ദിവസമില്ല, ഒറ്റ ദിവസമേ ഉള്ളൂ. ഇന്ന് സെയിം ഡേ തന്നെ തിരിച്ചു പോകണമായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചപ്പോൾ തന്നെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയി പോകാനുള്ള യാത്ര ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കപ്പൽ പിടിക്കാൻ കയറിയിട്ടോ. എൻ്റെ ഈ ലക്ഷദ്വീപ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വ്ളോഗിൻ്റെ ഒരു 13 സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവസാനത്തെ ഒരു സീരീസ് ആണ്. ഇതോടെ നാളെ ഞാൻ കൊച്ചിയിലെത്തും. ഇതോടെ ഈ യാത്ര അവസാനിക്കുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.